അമേരിക്കയും ഇറാനും തമ്മിലുള്ള സമാധാന ധാരണയിലേക്ക് നീങ്ങുന്ന സാഹചര്യത്തിൽ ഹോർമൂസ് കടലിടുക്കിൽ കുടുങ്ങിക്കിടന്നിരുന്ന കപ്പലുകൾക്ക് യാത്ര പുനരാരംഭിക്കാനാകുന്ന വിധത്തിൽ അമേരിക്കൻ നാവിക ഉപരോധം ഭാഗികമായി ഇളവാക്കിയതായി റിപ്പോർട്ടുകൾ. 5 വ്യാപാര കപ്പലുകൾ ഇതിനകം തീരപ്രദേശങ്ങളിലെത്തിയതായും മറ്റ് 5 കപ്പലുകൾ തുറമുഖ പ്രവേശനത്തിനായി നങ്കൂരമിട്ടിരിക്കുന്നതായും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഉപരോധം പൂർണ്ണമായി പിൻവലിക്കുന്നത് അമേരിക്ക ഇറാൻ അന്തിമ കരാർ നിലവിൽ വരുന്നതിനെ ആശ്രയിച്ചിരിക്കുമെന്നാണ് വിവരം. മാസങ്ങളായി തുടരുന്ന സംഘർഷത്തെ തുടർന്ന് ഹോർമൂസ് കടലിടുക്കിലെയും ഇറാനിയൻ തുറമുഖങ്ങളിലെയും ചരക്ക് നീക്കം ഗുരുതരമായി ബാധിച്ചിരുന്നു. സമാധാന ധാരണയുടെ ഭാഗമായി കടലിടുക്കിലൂടെ എണ്ണയും ചരക്കുകളും വീണ്ടും സഞ്ചരിക്കുവാൻ വഴിയൊരുക്കുവാനുള്ള നടപടികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ധാരണാപത്രം ഒപ്പുവയ്ക്കുന്നതിനുള്ള നടപടികൾ സ്വിറ്റ്സർലൻഡിൽ തുടരുകയാണെന്നും അന്തിമ കരാർ നിലവിൽ വന്നാൽ നാവിക ഉപരോധം പൂർണ്ണമായി അവസാനിപ്പിക്കുമെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ലോക എണ്ണ വിതരണത്തിന്റെ പ്രധാന കേന്ദ്രമായ ഹോർമൂസ് കടലിടുക്കിലെ ഗതാഗതം സാധാരണ നിലയിലാകുന്നത് ആഗോള സാമ്പത്തിക മേഖലയ്ക്ക് വലിയ ആശ്വാസമാകും. കഴിഞ്ഞ മാസങ്ങളിലെ സംഘർഷം മൂലം എണ്ണവിലയും കടൽ ഗതാഗത ചെലവിലും വൻ വർധന രേഖപ്പെടുത്തിയിരുന്നു. അതേസമയം ഇറാന്റെ ആണവ പദ്ധതി, ഉപരോധ ഇളവുകൾ, പ്രാദേശിക സുരക്ഷാ വിഷയങ്ങൾ എന്നിവയിൽ ഇനിയും ചർച്ചകൾ പൂർത്തിയായിട്ടില്ലെന്നും സമാധാന ധാരണയുടെ സ്ഥിരതയെക്കുറിച്ച് നിരീക്ഷകർ ജാഗ്രത പുലർത്തുന്നുവെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു.